അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ നിലത്തിടണ അങ്ങനത്തെ ഈ ചവിട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണേ. കുറച്ചുണ്ട്, ഒരു 3-4 ഉണ്ട്. ഇപ്പം നല്ല വൃത്തിയാവും നമുക്ക്. ഇപ്പോൾ ലേശം ഉപ്പ് ഇതിലിട്ടണേ. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. ഞാൻ പൊടിപ്പാണ് ഇട്ടുപോയത്. കല്ലുപ്പ് ഉണ്ടായിന്ന് മറന്നാൽ ഇട്ടതാ. ഏതായാലും മതി, ഏതുപ്പായാലും മതി, ഉപ്പൊന്നും നോക്കണ്ട. ഇതിപ്പോൾ ഞാൻ സോപ്പ് പൊടി കേട്ടോ. സോപ്പ് പൊടി നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അത് എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ക്ലോറക്സ് എടുക്കണം. ഇതുണ്ടോ, ഇത് നല്ലൊരു സാധനം. അത് നമ്മളെ കൈമേലയച്ച് പിന്നെ എന്താണ്, വെള്ളം കൂട്ടാതെ ഒന്നും മേത്തും തുണിയിലൊന്നും ആകരുത് കേട്ടോ. ഇത് പിന്നെ എന്താണ്, നമ്മളെ മാക്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെളുത്ത കളറായിട്ട് ഓട്ടായി പോവുകയെ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഇതിൽ ഒഴിക്കണം. അപ്പോൾ അതാ ഞാനൊരു 2-3 സ്പൂൺ ഒഴിക്കാണ്ട് ഒഴിക്കുക. അളന്നിട്ടൊന്നുമില്ല, കുറച്ച് ഒഴിക്കാണ്ട് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ചവിട്ടിയൊക്കെ ആയതുകൊണ്ട്, നിലത്തിടണായതുകൊണ്ട് കുറച്ച് കൂടി വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഈ എന്താണ് കരിമ്പം കുത്തിയതും കറായതും ഒക്കെ നമുക്ക് ചുടുവെള്ളത്തിൽ ഈ സോപ്പ് പൊടിയും കലക്കി അതിലിട്ട് വെച്ചാൽ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊക്കെ അതിലിട്ട് നമുക്ക് കുറച്ച് ചുടുവെള്ളം ഇത് വെക്കാം. ചുടുവെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത്രയും വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു. ഒന്നും മതിയാവില്ല, ഇതിപ്പോൾ കുറച്ച് തോനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് അത് നല്ല ചൂടുണ്ട്, ഒരു ഇളം ചൂട് മതി. അപ്പം നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി അല്ലേ. അതാ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടോ. നമുക്ക് കൈ ഇങ്ങനെ ഇത് കൈ ഇട്ട് വിചാരിച്ച് നമ്മളെ കയ്യിനൊന്നും ഒരു കുഴപ്പം പറ്റൂല കേട്ടോ. നമ്മൾ കുപ്പിയിൽ നിന്ന് എടുത്തുകൊണ്ട് നേരിട്ട് കൈമലും കാൽമലൊന്നും ആക്കരുത് എന്നേ ഉള്ളൂ. ഉണ്ടല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഇത് നല്ല വസ്ത്രമൊന്നും ഇടരുത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒഴിവാക്കാനൊക്കെ ആയ കുറച്ച് പഴങ്ങിയത് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇടുമല്ലോ, പുതിയതല്ലാത്ത അതൊക്കെ ഇട്ട് തിരുമ്പാൻ പറ്റും. പിന്നെ തോർത്ത് മുണ്ട്, നമ്മളെ ഈ ചട്ടി ഇതൊക്കെ വാങ്ങി വെക്കണ അത് ഇവനും എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അവർക്ക് ഇട്ടെടുത്തോളാ കറുത്ത്. അപ്പോൾ അത് നമ്മളിത് ഇതിൽ മുക്കുക. നമുക്കിത് കല്ലുമട്ട അടിക്കണ ആവശ്യമൊന്നുമില്ല. മോനും കൂടിയിരിക്കണം എൻ്റെ ഒപ്പം. ഓനും ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇതിൽ നിന്ന് ഇങ്ങനെ ഇതിക്ക് മുക്കിയിടുക. എന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് അയക്കാൻ ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നിങ്ങൾ നോക്കുക വേണ്ടിയിട്ടോ. തിരുമ്പി കഴിഞ്ഞിട്ട് അങ്ങ് കാണിച്ചേരതുണ്ടോ, തിമ്മലൊക്കെ ഒരുപാട് ചളിയുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കി കണ്ടോ. ഈ പത മാറ്റി ഞാൻ കാണിച്ചു തരാണ്ടോ. ചളി ഇളകണ് ഇതുണ്ടോ, ഇതിൻ്റെ കളറ് അത്രയും ചളി ഇളകും. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മുക്കിയെടുക്കട്ടെ. ഇതുണ്ടോ, ഇതൊക്കെ നല്ല വൃത്തിയായി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മണിക്കൂർ അവിടെ വെക്കണം, എന്നാലും നമുക്ക് തല്ലി തിരുമ്പേണ്ട ആവശ്യമില്ല. കണ്ടോ, നമ്മളെ ചെളി ഇളകി നോക്കി ഞാൻ മുക്കിയിട്ട് ഈ പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ടതേന്ന്. ഇതുണ്ടോ, ഈ കിടക്കട്ടെ. കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തിരുമ്പണ കാണിച്ചു തരട്ടെ എങ്ങനെയാന്ന്. ഞാൻ തല്ലി തിരുമ്പൊന്നുമില്ല. ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ കുതിർന്ന് വന്നിട്ടോ, ഒരു അരമണിക്കൂറായിട്ടുള്ളേ. ഇത് നമുക്ക് ഈ ബക്കറ്റ് കണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിത്തെ ചെളി കാട്ടിത്തരാം. നമ്മൾ കക്കൂസിൻ്റെ അവിടുന്ന് കയറുന്നിടത്തൊക്കെ ഉള്ള അതിലൊക്കെ അണുക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്ലോറക്സ് ആണ് ഉറ്റിച്ചാൽ അതൊക്കെ ആണ് പോയി കിട്ടും. ഇതുണ്ടോ, ഇതൊക്കെ ചെളി വെള്ളം ഇതും കൂടി മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ ചെളി ഇളകിയതാ നോക്കി. അപ്പം നിങ്ങളിതൊന്ന് കുത്തി ഒന്നാണ്ട് ഒലുമ്പിയാണ്ട് ഇട്ടാൽ മതി, അടിച്ച് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് കക്കൂസിൽ നിന്നൊക്കെ കയറുന്ന അവിടുത്തെ അതൊക്കെ ഉണ്ടല്ലോ, നല്ല ചെളിയേക്കും, അണുക്കളും ഉണ്ടാവും. അപ്പം അതിനൊക്കെ നല്ലൊരു ഇതാണ്. നമുക്ക് ഈ രോഗം വരുന്നതിനൊക്കെ കുറേ ഒരു സമാധാനം കിട്ടും.
അപ്പം ഇങ്ങനെ ചെയ്യുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതുണ്ടോ, ഇത് നോക്കിയാൽ ഈ ചളി ഇളകിയത് അങ്ങനെ ഒലുമ്പി എടുത്താൽ മതി. കണ്ടില്ലേ, ഇത് കിട്ടാള ഈ ബക്കറ്റിക്ക് ഒരു ബക്കറ്റ് വെച്ച് അയക്ക് ഇങ്ങനെ ഇടുക. ഉണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ചെളി? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങോട്ടാവും. അപ്പം മുഴുവനായിട്ടൊന്ന് ഒലിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുണ്ടോ, വെയിലായതുകൊണ്ട് അതിൻ്റെ ഉതിപ്പാട്ടോ. ഇതിൻ്റെ കളർ നോക്കി പുത്തൻ പുതിയ പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഏതോ കാലമുള്ള ഈ ടർക്കിയൊക്കെ കണ്ടോ. ഇത് കണ്ടോ, വെയിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഒരു തുള്ളി എവിടെയും ഒരു ചളിയില്ല. പെട്ടെന്ന് നമുക്ക് ഒലുമ്പി വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ടാ വേണ്ട. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ നിസ്കാരക്കുപ്പായും അതുപോലെ തിരുമ്പിയിട്ടാണ് ഇങ്ങോട്ടോക്കി. അപ്പോൾ ഈ വെയിലിൻ്റെ ഇതുള്ളതുകൊണ്ട് തെളിഞ്ഞ് കാണുന്നുണ്ടോ അറിയില്ല, നല്ല പുതിയ മാതിരിയായി നമ്മളെ മുസല്ലൊക്കെ കണ്ടോ. അപ്പം നമ്മൾ നോമ്പ് ആയല്ലേ, ഞായറാഴ്ച അറഫ നോമ്പ്. അപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കുക. നമ്മളെ നോമ്പ് റമദാൻ മാസത്തിൽ ചെയ്യണ മാതിരി മാറാലിയൊക്കെ തട്ടി തുടച്ച് വിരിപ്പും നിസ്കാരക്കുപ്പായും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് നോമ്പൊക്കെ എടുക്കാം. അപ്പോൾ തിങ്കളാഴ്ച അല്ലേ പെരുന്നാൾ. അപ്പം അതിന് കണക്കാക്കി അതൊക്കെ കഴുകിയിട്ടാണ്. ഇതൊക്കെ ഇത് ഒക്കെ അതിൽ കഴുകിയിട്ടാട്ടോ. ഒരു അരമൂടി ക്ലോറക്സ് ഇട്ടിട്ട് ഇതൊക്കെയാണ് മുക്കി. ഇത്രയും സാധനങ്ങൾ ഇത്ര കേട്ടോ, ഈ 3-4 നല്ല ചെളി പോയി നല്ല വൃത്തിയായി. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരോടും നന്ദി, നമസ്കാരം.